ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെയറിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും വലിയ രീതിയിൽ അത്യാഡംബരത്തോടുകൂടെ ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തോട്ടോ. ഇത് വളരെ ചെറിയ റേറ്റിൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റെയറാണ്. സ്റ്റീലല്ല, മെറ്റൽ. അത് നമ്മൾ GI പൈപ്പും അതുപോലെ മേലെ വുഡൻ്റെ ഒരു സ്ലൈസ് ചെയ്ത് വെച്ച ഒരു വളരെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെയർ ആട്ടോ. ഇത് നമ്മളെ വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തതാണ്. വിലങ്ങനെ ഇട്ടത് ഒന്നുക്കൊന്ന് അപ്പോളോ പൈപ്പാണ്. അതുപോലെ ഈ സെൻറ്ററിൽ ഈ സ്റ്റേ പോലെ കൊടുത്ത ഈ സാധനം 1.5 പൈപ്പ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കേട്ടോ. 3 പേര് നിന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്തു. അതിൻ്റെ മേലെയുള്ള ആശാരി ഒരു ദിവസം കൊണ്ട് തന്നെ പണി തീർത്ത്. മേലത്തെ ആ ഒരു വുഡൻ വുഡൻ ഹാൻഡിൽ ഉണ്ടല്ലോ, വുഡൻ എന്നുണ്ടോ, ഇത് സാധനം തേക്കാണ്. തേക്കന്നെ ജോയിൻ ചെയ്ത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്ത് ഇപ്പോൾ അറിയാത്ത രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. 3 പീസ് വെച്ചിട്ട് വുഡൻ ജോയിൻ ചെയ്ത് ഇതിൻ്റെ മേലെ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലുക്കാണ്. ഈ ബ്ലാക്കും ഈ വുഡ് കോമ്പിനേഷനും കൂടി വന്നപ്പോൾ നല്ലൊരു ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റീലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടഫ് ആൻഡ് ഗ്ലാസിലേക്ക് പോകുമ്പോൾ റേറ്റ് വലിയൊരു ഫാക്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള മെറ്റലൊക്കെയാണ് തന്നെ എടുത്ത് കേട്ടോ. എന്നിരുന്നാലും ഒരു 10,000 താഴെയാണ് നമുക്ക് ഈ സ്റ്റെയർ ചെയ്യാനായിട്ട് വന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ലെഗ് കണ്ടോ, ഈ ലെഗും 1.5 പൈപ്പ് തന്നെ കേട്ടോ. അത് നമ്മൾ വുഡ് വെച്ച് കവർ ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ പ്ലൈറ്റ് അടിച്ച് ഇത് ഫിക്സ് ചെയ്ത് കേട്ടോ. ഈ 1.5 പൈപ്പ് ഗ്രാനൈറ്റ് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ഭാഗം തേച്ചങ്ങനെ ജിപ്സം കൊണ്ടാട്ടോ. അത് നമ്മളെല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഭാഗം ചെയ്തത്. പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെയാണ് ചെയ്തത്. പിന്നെ അടിയിലുള്ള സ്കേർട്ടിങ് ഉണ്ടല്ലോ, ഈ സ്കേർട്ടിങ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയില്ല. കാരണം ഞാൻ ഉണ്ടായിരുന്നില്ല പണിയെടുക്കുന്ന സമയത്ത്. ആശാരിക്ക് എന്തോ പറഞ്ഞു കൊടുത്തോ മനസ്സിലാകില്ല. വീടെടുക്കലിന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ ഈ സ്റ്റെയറൊക്കെ ചെയ്യണം. ആ സമയത്ത് പുള്ളി സ്കേർട്ടിങ് ചെയ്ത് വളരെ ചെറിയൊരു പീസ് മാത്രം ഇങ്ങനെ വെക്കുക ചെയ്തിട്ടോ. അപ്പോൾ എൻ്റെ മെയിനിൽ ഏകദേശം ഒരു അര അടിയെങ്കിലും സ്കേർട്ടിങ് വെച്ചിട്ട് ഒരു വുഡ് ഫിനിഷ് കൊടുക്കുമ്പോൾ ഇതിനായാലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നിരുന്നാലും നമ്മൾ ആശാരിയുടെ വർക്ക് തീർന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ വൈകുന്നേരം 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് പ്രശ്നമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു കേട്ടോ. എന്നിരുന്നാലും ഒരു സിമ്പിൾ ലുക്കാട്ടോ. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അധികം ഒന്നുമില്ല, നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനും കഴിഞ്ഞു. ചെയ്തിട്ടുണ്ടായിരുന്നു ഫെറോ സിമെൻറ്റ് തീർത്ത നമ്മളെ TV യൂണിറ്റിൻ്റെ വീഡിയോ, അതുപോലെ വാർഡ്രോബിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അധികമൊന്നും റീച്ചൊന്നും ആയില്ല, അധികം ഓടിയില്ല. എന്തുകൊണ്ടാണ് അത് ഓടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ എൻ്റെ സ്ക്രീനിൽ വെക്കാം. ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കും കേട്ടോ. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ ടൈം ആയിരിക്കും കേട്ടോ. കാരണം എത്ര ലളിതമായിട്ടാണെന്ന് അറിയാം TV യൂണിറ്റ് കണ്ടോ. അതിൻ്റെ അകം ഫുള്ള് ഫെറോ സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്ലൈവുഡും മറ്റേ മൾട്ടിവുഡൊക്കെ ഒഴിവാക്കിയിട്ടാണ് ആ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മളൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റും ചെറിയൊരു പ്ലാന്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതിനു മുമ്പ് ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ മീൻസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.